ഒരു മാധ്യമ പ്രവർത്തക, ഒരു വനിതാ മാധ്യമ പ്രവർത്തക എന്നൊക്കെയുള്ള ഒരു മര്യാദയും കാണിക്കാതെയാണ് ഷീജയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം വല്ലാതെ അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയാണ്, ദേഷ്യപ്പെടുകയാണ്, പോയി പണി നോക്കാൻ പറയുകയാണ്, നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തണ്ട എന്ന് പറയുകയാണ്. ഏത് തരത്തിലാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോടും പിന്നീട് സ്വന്തം സഹപ്രവർത്തകരോട് നമ്മൾ കണ്ടിട്ടുണ്ട്. കെ സുധാകരൻ്റെ മൈക്ക് എടുത്ത് മാറ്റുന്നത്, അദ്ദേഹം എന്തോ ചോദിക്കുന്ന സമയത്ത് അതിന് മോശപ്പെട്ട രീതിയിൽ ഉത്തരം പറയുന്നത്, അങ്ങനെ എത്രയോ അവസരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അസഹിഷ്ണുത ഈ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. നൃപൻ. തീർച്ചയായും ഷമി, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ തന്നെ ഷമി ചോദിച്ച ചോദ്യങ്ങളിൽ നേരത്തെ പ്രതികരിക്കുന്നതിൻ്റെ തുടർച്ചയായി ഞാൻ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇപ്പോൾ ഷമി എന്നോട് ചോദിച്ചത്. ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം ഷീജ തന്നെ നമ്മുടെ റിപ്പോർട്ടർ അദ്ദേഹത്തിനോട് ഈ ചോദ്യം ചോദിച്ചതാണ്. ഇത്തരം ചോദ്യങ്ങളിലോട് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വളരെ അസഹിഷ്ണുത പുലർത്തുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളുടെ വൈരുദ്ധ്യമാണ്. അത് ഒരു റിപ്പോർട്ടർ എന്ന നിലയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളെല്ലാം ഷമ്മി കൂടി അറിയുന്ന കാര്യമാണ്. ഷമ്മി തന്നെ നിരന്തരം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഡിബേറ്റിൽ പങ്കെടുക്കുന്ന ഒരാളായതുകൊണ്ട് അറിയാം. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനോട് നമ്മൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി നിങ്ങൾ കൂട്ടുകൂടുന്നതെന്ന ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്. അതിൻ്റെ വൈരുദ്ധ്യം ഒന്ന് സൂചിപ്പിക്കാനാണ്. നേരത്തെ ജയചന്ദ്രൻ സാർ പറഞ്ഞതുകൂടി കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു മറുപടി, ജമാഅത്തെ ഇസ്ലാമിയുടെ പഴയ മൗലികവാദം അവർ വിട്ടു, ഇപ്പോൾ ഒരു വർഗീയ പ്രസ്ഥാനമല്ല എന്ന നിലപാട് സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേ ചോദ്യം കൊച്ചിയിൽ വെച്ച് നമ്മുടെ റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോടായിട്ടുള്ള നമ്മുടെ കൂട്ടുകെട്ട് വെൽഫെയർ പാർട്ടിയുമായിട്ടാണെന്ന് അദ്ദേഹം തിരുത്തി. ഇതേ അദ്ദേഹം വി ഡി സതീശൻ തൊട്ടടുത്ത ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ലീഗിനെ ഒറ്റപ്പെടുത്തി അങ്ങനെ കണക്കാക്കേണ്ട കാര്യമില്ല, ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട് UDF തുടരും, അത് പറയാനുള്ള അവകാശം LDFിനില്ല എന്ന കാര്യമാണ് അദ്ദേഹം തിരുത്തി പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരേ വിഷയത്തിൽ തന്നെ ഏകദേശം ഒരു 6 മാസം വേണ്ട, നമ്മൾ ഒരു മാസത്തിൽ തന്നെ വി ഡി സതീശൻ നിരന്തരമായി, കാരണം വി ഡി സതീശൻ നമ്മളിങ്ങനെ വിമർശിക്കും കാരണം ഷമ്മി അദ്ദേഹം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്, UDFിൻ്റെ ചെയർമാനാണ്, ഒപ്പം തന്നെ കെ കരുണാകരനെ പോലെ, ഉമ്മൻചാണ്ടിയെ പോലെ, രമേശ് ചെന്നിത്തല പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, മറ്റു നേതാക്കളുടെ പേര് ഞാൻ പറയുന്നില്ല, പ്രധാനപ്പെട്ട പദവിയിലിരുന്ന നേതാവാണ്. അദ്ദേഹം സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വി ഡി സതീശൻ എന്ന വ്യക്തിയല്ല. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വിമർശന വിധേയമാക്കുകയും. കഴിഞ്ഞ ദിവസം എന്തുകൊണ്ടാണ് അദ്ദേഹം പ്രകോപിതനായത്? അദ്ദേഹത്തിൻ്റെ വൈരുദ്ധ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നു എന്ന കാര്യമാണ്. അവിടെ വാർത്താ സമ്മേളനത്തിൽ ഇരിക്കുന്ന നമ്മൾ എന്തുകൊണ്ടായിരുന്നാലും പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഇതേ ജോലിയാണ് ചെയ്യുന്നതുകൊണ്ട് മാധ്യമപ്രവർത്തനമാണ്, അത് ജോലി എന്ന തരത്തിൽ മാത്രം ചെയ്യുന്നതല്ല, ഒരു മാധ്യമപ്രവർത്തനം സാമൂഹിക ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നടത്തുന്നതെന്ന് നമുക്കറിയാം. അതിൻ്റെ ഭാഗമായി നമ്മൾ ചോദ്യം ചോദിക്കുന്നു. സഹപ്രവർത്തകരായ പലരും ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിനോട് അത്തരത്തിലുള്ള അദ്ദേഹത്തെ മുഷിപ്പിക്കുന്ന, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നുമില്ല. പക്ഷേ അവിടെ ഷീജയും നമ്മുടെ കൊച്ചിയിലെ ഉമേഷും ദില്ലിയിലെ വിഷ്ണുവും നമ്മളുമൊക്കെ ഞാനുമൊക്കെ നിരന്തരം വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന, എന്തുകൊണ്ടാണ് UDFിൻ്റെ ചെയർമാനായിട്ടുള്ള ഈ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ ഇങ്ങനെ പരസ്പര വിരുദ്ധമായ മറുപടികൾ പറയുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അത് ചോദിക്കാനുള്ള ബാധ്യത കൈരളിയുടെ റിപ്പോർട്ടർ എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനോട് ചോദിക്കുക. പക്ഷേ അദ്ദേഹം പറഞ്ഞ മറുപടിയോ അത് ആ നിലയിൽ വിശകലനം ചെയ്യണം. ആ നിലയിൽ കേരളത്തിലെ മാധ്യമങ്ങളും പൊതുസമൂഹവും വിശകലനം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു വിമർശനമായി തന്നെ ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇതേ സാധനം LDFിൻ്റെ ഒരു ലീഡറിൻ്റെ ഭാഗത്തു നിന്നാണ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് നേരെ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇന്ന് പുറത്തിറങ്ങുന്ന പത്രത്തിലെ 1-ാം പേജ് വാർത്തയായിരിക്കും വരുന്നത്. പോട്ടെ, നമുക്ക് അത്തരത്തിലുള്ള പരിഗണന നൽകാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ബോധപൂർവ്വം വിസ്മരിക്കുന്നതായിരിക്കും. അത്തരം വ്യക്തിപരമായ പരാമർശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട് മാത്രം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എടുത്ത നിലപാടുകൾ തന്നെ പരസ്പര വിരുദ്ധമായ മറുപടികളുണ്ട്. വല്ലാതെ പ്രതിക്കൂട്ടിലാണ്. അത് എന്തുകൊണ്ടാണ്? നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്ത ഒരു നീക്കമുണ്ട്. ആ നീക്കത്തിനെതിരെ UDFിനകത്ത് വലിയ തരത്തിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ നിലമ്പൂരിൽ അവർക്ക് വിജയം ഉണ്ടായതുകൊണ്ട് മാത്രം ആ വിജയത്തിനൊപ്പം നിൽക്കുന്നതാണല്ലോ UDFിൻ്റെ ഒരു പൊതു സാഹചര്യം. അതുകൊണ്ടാണ് ഇപ്പോൾ വലിയ തരത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ഉണ്ട് എന്നും അത് മതധ്രുവീകരണമല്ല, ജനാധിപത്യപരമായി ചിന്തിക്കുന്ന പ്രബലമായിട്ടുള്ള സമുദായ സംഘടനകൾ പോലും അതിനെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട് എന്നും, ലീഗിനെ വ്യക്തിപരമായി ആക്രമിക്കുന്ന തരത്തിൽ ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയാണ് പിന്നിൽ നിന്ന് നയിക്കുന്നതെന്ന തരത്തിലുള്ള വിമർശനം ലീഗിനുള്ളിൽ തന്നെ ആഭ്യന്തരമായി ഉണ്ടാവുകയും UDFിനകത്ത് മതേതരപരമായി ചിന്തിക്കുന്ന മനുഷ്യർക്കിടയിൽ പോലും ആ ചർച്ച നടക്കുന്നു എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയാം. അതുകൊണ്ടാണ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കാര്യങ്ങളിൽ ലീഗിനെ ഒറ്റപ്പെടുത്തി സംസാരിക്കേണ്ട എന്ന കാര്യം പറഞ്ഞു. ഷമ്മി, ഒരു കാര്യം കൂടി, ഇത്തരം കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഓൺ ചെയ്യുമ്പോൾ KC വേണുഗോപാൽ അതിനൊപ്പം നിൽക്കുന്നുണ്ടോ?
മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അതിനൊപ്പം നിൽക്കുന്നുണ്ടോ? പരിണതപ്രതിരായിട്ടുള്ള എ ഗ്രൂപ്പ് നേതാക്കൾ ആരെങ്കിലും വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ആരും ചെയ്യുന്നില്ല. കാരണം ഒരു പ്രത്യേക ഘട്ടത്തിലാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എത്തപ്പെട്ടിരിക്കുന്നത്. അത് സംബന്ധിച്ചിട്ടുള്ള അസ്വസ്ഥതകളാണ് അദ്ദേഹം കൈരളി ന്യൂസിനോട് നിരന്തരം പ്രകടിപ്പിക്കുന്നത്. മുൻപും സമാനമായ നേതാക്കൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമൊക്കെ നയിച്ച നേതാക്കൾ തെറ്റിദ്ധരിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ തന്നെ ഇപ്പോൾ നിയമസഭയുടെ പിൻനിരയിൽ ഇരിക്കുകയാണ്. അതേ അവസ്ഥ ബഹുമാനീയനായ പ്രതിപക്ഷ നേതാവിന് ഉണ്ടാകാതിരിക്കട്ടെ എന്നതാണ് നമുക്ക് പ്രത്യാശിക്കാനുള്ളത്.